ട്യൂസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് മാരുതി സുസുക്കിയുടെ വാഗനർ ആണ്. 1 ലിറ്റർ ആണ് വരുന്നത്. 1 ലിറ്റർ VXI ആണ്. പെട്രോൾ വണ്ടിയാണ്. വെറും 36,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. മോഡൽ വരുന്നത് 2019 മോഡൽ വണ്ടിയാണ്. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടിയുടെ സ്ക്രാച്ച്, ഡെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന വേണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 2019 മോഡൽ വാഗനാർ 1 ലിറ്റർ പെട്രോൾ ആണ് വരുന്നത്. VXI ആണ് വരുന്നത്. 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. ഇതിന് ടാക്സ് വരുന്നത് 2034 മാർച്ച് മാസം വരെ ടാക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് വരുന്നത് 2025 4 മാസം വരെ ഇൻഷുറൻസും വരുന്നുണ്ട്. ഏകദേശം 3,10,000 രൂപ വണ്ടിയുടെ ID വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ വണ്ടി. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലാമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. ഹെഡ്ലാമ്പ് ഒരു ബ്ലാക്ക് കളറിലെ ഫിലിം ഒട്ടിച്ചിട്ടുണ്ട്. അതിനും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അകത്തും പുറത്തുനിന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ളൊരു വാഗനാറാണ്. 1 ലിറ്റർ ആണ് വണ്ടി. അതുപോലെ തന്നെ ബമ്പർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഒരു സ്ക്രാച്ച് കണക്കും പറയാനില്ല. ഫോഗ് ലാമ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ടയർ സൈഡൊക്കെ നോക്കാൻ നേരത്ത് 4 ടയറും പുതിയ ടയറാണ് കിടക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് കണ്ടീഷൻ ആയിട്ടുള്ളൊരു 2019 മോഡൽ വാഗനർ എന്ന് വേണം നമുക്ക് ഇതിനെ പറയാം. ഡോർ സൈഡൊക്കെ നോക്കുമ്പോഴാണെങ്കിലും ഒരു സ്ക്രാച്ച് കണക്കുമില്ല പറയാൻ. വീലാർച്ച് നോക്കുമ്പോഴും ബാക്കിലെ വീലാർച്ച് നോക്കുമ്പോഴാണെങ്കിലും സ്ക്രാച്ചോ എന്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ബ്രേക്ക് ലാമ്പ് നോക്കാൻ നേരത്താണെങ്കിലും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വേറുള്ള സ്ക്രാച്ചോ പൊട്ടലോ ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ബാക്കിലെ ബമ്പർ നോക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു 2019 വണ്ടിയാണ്. എല്ലാ സൈഡിലും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും. സ്ക്രാച്ചുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഇന്ത്യൻ സൈഡിലൂടെ ഒന്ന് പരിചയപ്പെട്ടേക്കാം. നല്ല നീറ്റായിട്ടുള്ള ഇന്ത്യയിലാണ് വരുന്നത്. സീറ്റ് വർക്കൊക്കെ നല്ല വൃത്തിയായിട്ടുള്ള സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എന്തായാലും വണ്ടി ഒന്ന് അകത്ത് കയറി മൊത്തത്തിലൊന്ന് നോക്കിയേക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അതെ, വണ്ടി നമുക്ക് ഓണാക്കുമ്പോൾ തന്നെ 36,000 കിലോമീറ്റർ ഓടിയതിൻ്റെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാം വർക്കിംഗ് ആണ്. AC കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് ആണ് വരുന്നത്. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാനുവലാണ് വരുന്നത്. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ വണ്ടിക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. നമുക്ക് ബാക്ക് സൈഡിലൂടെ ഒന്ന് നോക്കിയേക്കാം. ബാക്ക് സൈഡൊക്കെ നോക്കാൻ നേരത്ത് ഫ്ലോറൊക്കെ നല്ല മാറ്റൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരുന്നൊരു വണ്ടിയാണ്. അതുപോലെ തന്നെ സീറ്റ് വർക്ക് കീറലോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നീറ്റ് ആൻഡ് കണ്ടീഷനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയുടെ ഡിക്കി സ്പേസും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം. എക്സ്ട്രാ 2 സ്പീക്കറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിടക്കുന്ന ടയർ അത്യാവശ്യം മൂടിയ ടയറാണ് കിടക്കുന്നത്. ടൂൾ ബോക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ജാക്കി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കുറച്ച് ഓടിയ ടയറാണ് കിടക്കുന്നത്. അത് വലിയ കുഴപ്പമായിട്ട് പറയാനില്ല നമുക്ക്. ബാക്കി എല്ലാ ടയറും നല്ല കണ്ടീഷൻ ആണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കുന്നത് നമ്മുടെ റേറ്റിന് വേണ്ടിയാണ്. നമ്മൾ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4,70,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ വണ്ടി വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി പോളിഷ് ചെയ്ത് വണ്ടി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടി വാങ്ങാനും വിൽക്കാനും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കനോടെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വണ്ടിയുടെ അപ്ഡേഷൻ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും. അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വണ്ടിയായിട്ട് വരുന്നിടം വരെ ബൈ.